ഒരു രോഗം വന്നാൽ ചികിത്സിക്കാൻ വൈദ്യന്മാർ ഇഷ്ടം പോലെ, ഔഷധം മാത്രം കൊടുക്കുന്നവർ. ഇന്നിപ്പോൾ ഔഷധ നാട്ടിലില്ലല്ലോ. ഔഷധം എവിടെയാ? ഇന്ന് ഏതൊരു ആരോഗ്യശാസ്ത്രത്തിന്റെ കയ്യിലാണ് ഔഷധമുള്ളത്? ചോദ്യം. ഇതല്ല ഖിയാമത്ത് നാള്. ഇപ്പൊ നിങ്ങൾ ഒരു തലവേദനയും കൊണ്ടൊരു നാട്ടുവൈദ്യന്റെ അടുത്ത് ചെന്നാൽ ആ നാട്ടുവൈദ്യൻ നാടി മിടിച്ച് കണ്ണ് പോള നോക്കി നാവ് പൊന്തിച്ച് നോക്കിയതിന് ശേഷം എന്താണ് നിങ്ങളുടെ ശരീരത്തിൽ ബോഡിയിൽ കമ്മിയായ കണ്ടന്റ് അല്ലെങ്കിൽ ഏറെയായ കണ്ടന്റ് എന്ന് അയാൾ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ കണ്ടുപിടിക്കും. എന്നിട്ട് അയാൾ നിങ്ങളോട് പറയും വയറിളക്കം പറയും ചിലപ്പോൾ. കാരണം ചില കണ്ടന്റ് നിങ്ങൾ അമിതമായത് പോകേണ്ടി വരും. ചിലതോ കഷായം കുടിക്കാൻ പറയും. ചില കണ്ടന്റ് നിങ്ങൾക്ക് ആവശ്യമായി വന്നിട്ടുണ്ടാവും, അത് ഔഷധമാണ്. വയറിളക്കാൻ നമുക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. കേടൊക്കെ പോയി, ഒരാഴ്ച വയറിളക്കി, പിന്നെ അടുത്ത ആഴ്ച പറയും, 2-3 ആഴ്ച തുടരെ വയറിളക്കാൻ പറയില്ല, അത് കേടാണ്. അപ്പൊ ഈ ആഴ്ച ഒന്ന് വയറിളക്കി, പിന്നെ മനസ്സിലായില്ലേ, അടുത്ത ആഴ്ചയും പിന്നെ എത്ര ആഴ്ചയും. ഒരു 3 ആഴ്ച കൊണ്ട് പ്രശ്നം ക്ലിയർ ചെയ്യും, തലവേദന മാറും. കുളിക്കേണ്ട സമയം, വെയിൽ കൊള്ളേണ്ട സമയം ഒക്കെ കൃത്യമായി പറഞ്ഞുതരും. ചെയ്യേണ്ടത് ചെയ്യാൻ പാടില്ല ഒക്കെ പറഞ്ഞുതരും. നിങ്ങളെ ബോഡിയിലേക്ക് ഒരു കെമിക്കൽ കണ്ടന്റ് കൂട്ടൂല. ഒരു കെമിക്കൽ കണ്ടന്റ് കൂട്ടൂല. ഇന്ന് നിങ്ങളൊരു വൈദ്യുതി പോയാലോ എന്താണ് നിങ്ങളെ അവസ്ഥ? ചിന്തിക്കുക. ഇതേ സാധനം എന്താണ് രാജ്യം നിരോധിച്ച ഗുളികകൾ അങ്ങക്ക് വരുന്നത്? രാജ്യം നിരോധിച്ച ഗുളികകൾ അങ്ങക്ക് വരും. ഇപ്പൊ പനഡോളി എന്ന സാധനം പെരിച്ചായി കൊടുത്താൽ ഉടനെ ചത്തു. ഏജന്തുക്കളിൽ വളരെ ശക്തിയുള്ള ഒരു ജീവിയാ പെരിച്ചായി. അപ്പൊ ചത്തു മനുഷ്യ പെരിച്ചായി. ഇതോടെ അത്ര അപകടകാരിയാണ് എന്ത് പെനഡോള്, മറ്റേന്ത് കാൽപോള്, പെരഡോള്, പാരസെറ്റമോള്, കുറെ മോളുകളില്ലേ. ഈ മുളക്ക അങ്ങനെയാണ്. ഷുഗർ മനുഷ്യനെ അപകടപ്പെടുത്തിയതിനേക്കാൾ മനുഷ്യനെ അപകടപ്പെടുത്തിയത് ഷുഗറിന്റെ മരുന്നുകളാണ് എന്നെ എല്ലാവരും പറയാണ്. നിങ്ങൾ വിഡ്ഢികളുമാണ്. എന്തെങ്കിലും മൂത്രത്തിലൊരു മഞ്ഞ കണ്ടാൽ വേഗം ആശുപത്രി, മൂത്രത്തിൽ മഞ്ഞ കണ്ടു, എൻ്റെ ആ ഷുഗറാണ് പോയി. എന്നിട്ട് പിന്നെ ഈ മഞ്ഞ ഇല്ലാതിരിക്കാൻ മരുന്ന് കുടിക്കുന്ന നീ എത്ര വിഡ്ഢിയ? പടച്ച മൂത്രത്തിൽ മഞ്ഞ കണ്ടപ്പോൾ നീ അൽഹംദുലില്ലാ എന്ന് പറയേ. എന്തുകൊണ്ട്? നിന്റെ ബോഡിയിലുള്ള അഴുക്കുകളെ പടച്ചവൻ കളയാൻ തീരുമാനിച്ചല്ലേ. ഈ വയസ്സായി 60-65 വയസ്സായിട്ട് ഇത്രയും കാലം നീ ഓടിയില്ലേ. അപ്പൊ നിന്റെ ശരീരത്തിൽ എന്തൊക്കെയോ ആവശ്യമുള്ള മാലിന്യങ്ങളില്ലേ. ഈ മാലിന്യങ്ങളെ മൂത്രത്തിലൂടെയും കാഷ്ടത്തിലൂടെയും ഒഴിവാക്കി തരുന്ന റബ്ബിന് നീ അൽഹംദുലില്ലാ എന്ന് പറയേ. വൈകുന്നേരം വരെ ഒരു മഞ്ഞ കളർ മൂത്രത്തിൽ കണ്ട വേഗം എന്താ ചെയ്യണത്? മൂത്രം മഞ്ഞ, ആശുപത്രി പോകണം. പിന്നെ മഞ്ഞ ആകാതിരിക്കാനാ. എന്താ മഞ്ഞ ആകാതിരിക്കണത്? ഈ കണ്ടന്റുകൾ ശരീരത്തിൽ ബോഡിയിൽ തടഞ്ഞു വെക്കുക കൃത്രിമമായി. നിങ്ങൾ മൂത്രം വെള്ളയായ സന്തോഷം. പടച്ചോന്റെ സംവിധാനമാണ് എന്ത് മൂത്രം മഞ്ഞയായതിന് അൽഹംദുലില്ലാ എന്ന് പറയേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മൂത്രം മഞ്ഞയായി. ഇതെന്താണ് മഞ്ഞ എന്താണ്? വെള്ളം, നീ പച്ച വെള്ളം കുടിച്ചിട്ട് മൂത്രം മഞ്ഞയായി വന്നാൽ എന്റെ അർത്ഥം എന്താ? ആ വെള്ളത്തിലൂടെ മോശപ്പെട്ട കണ്ടന്റുകൾ പുറത്തു. ഇപ്പൊ ഇവിടെ നിനക്ക് ഷുഗർ ഉണ്ട് നിനക്കറിയാം. ഇപ്പൊ ഈ മുറിയിൽ കാഷ്ടം ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മളോട് വെള്ളം പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? ആ വെള്ളം പറഞ്ഞിട്ട് ശുദ്ധമായ വെള്ളം പോലത്തെ വെള്ളം തന്നെ പുറത്തേക്ക് വന്നാൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ചെളി ഒന്ന് പൊതിർന്നിട്ടേ ഉള്ളൂ, ചെളി പുറത്തു വന്നിട്ടില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾ പിന്നെ എന്ത് ചെയ്യും? വരസും. പിന്നെ വരുന്ന എന്തായിരിക്കും? കളർ മാറും. എന്റെ അപ്പൊ അൽഹംദുലില്ലാ തന്നെ. ഇപ്പൊ പഠിച്ചോന്റെ സംവിധാനമാണിത്. എന്ത് മൂത്രം കളർ മാറിയത് എന്താണ്? പറയുടെ കുട്ടി എന്താണ് മൂത്രം കളർ മാറിയത്? എന്താണ്? അൽഹംദുലില്ലാ എന്ന് പറയേ. അത് പടച്ച തമ്പുരാന്റെ ഒരു സംവിധാനാണ്. ഈ ഓടിയിട്ട് എന്താ ചെയ്യണേ? മൂത്രം വെള്ളയൊക്കെ നോക്ക. മൂത്രം വെള്ളയായ പ്രശ്നം തീരുമോ? മൂത്രം വെള്ളയായ പ്രശ്നം തീരുമല്ലോ. മൂത്രം വെള്ളയായ പ്രശ്നം ഉണ്ടാകുകയുള്ളൂ. പുറത്തുകൊണ്ടേ കാഷ്ടം എന്ന് പറഞ്ഞാൽ ഇന്നലെ കഴിച്ചതിന്റെ വേസ്റ്റ് മാത്രമേ ഇന്ന് പുറത്തു പോയുള്ളെങ്കിൽ നീ നഷ്ടക്കാരനാണ്. നിന്റെ ബോഡിയിലെ അമിതമായ കഫം, മനസ്സിലായില്ലേ? അമിതമായ മറ്റു മാലിന്യ കണ്ടന്റുകൾ കാഷ്ടത്തിലൂടെ പുറത്തു പോയാൽ നീ സന്തോഷിക്കണം. എന്തുകൊണ്ട്? വേസ്റ്റ് പുറത്തു പോകുന്ന പ്രക്രിയ അല്ലാഹു തആല എന്റെ ബോഡി ഇപ്പോഴും തന്നു. അൽഹംദുലില്ലാ, ഞാൻ ദോഷിയാണ്, എന്നിട്ടും അവൻ എനിക്ക് സൗകര്യം ചെയ്തു. അൽഹംദുലില്ലാ. പണ്ട് എന്താ ചെയ്യാം? മാലിന്യ ഒഴിക്കലുകൾ. 4 മുറി വന്ന് അവിടെ ഇവിടെ 2 എന്തെങ്കിലും ചൊറിയോ മറ്റോ പിടിച്ച് എന്നാൽ വൈദ്യുതി
വൈദ്യരൊരു മരുന്ന് വൈദ്യര് പറയും പേടിക്കണ്ടട്ടാ 2 ആഴ്ച അലശലായി വരും. പിന്നെ അമ്പിയോടെ കിടക്കും, ആകെ പൊഴുത്ത് പൊട്ടും. ആരും വൈദ്യരെ കുറ്റം പറയില്ല. എന്തുകൊണ്ട്? വൈദ്യർ നേരത്തെ പറയും എന്ത്, ഇതേതോ ഒരു കണ്ടന്റ് നിന്റെ ബോഡിയിൽ കൂടിയതാണ്, അതാണ് പൊള്ളയായി പുറത്തു വന്നത്. ഇനി അത് എന്ത് ചെയ്യരുത്, അതിനെ നിർത്തരുത്. എന്തുകൊണ്ട്? ഇതുപോലത്തെ സാധനങ്ങൾ ബോഡിയിൽ ഇഷ്ടം പോലെ ഉണ്ട്, എല്ലാം പുറത്താക്കും ഈ മരുന്നുകൊണ്ട്. പിന്നെ 2 ആഴ്ച കഴിഞ്ഞ എല്ലാം അത് ആയാൽ ഇത് കരിയാനുള്ള ഒരു എണ്ണയോ എന്തോ ഒരു സാധനം കൊടുക്കും, അതൊന്ന് മേലെ നിന്ന് കരിഞ്ഞ് പിന്നെ ലേശം കഷായം കുടിച്ച് ബോഡി സുഖമായി, ഒരു കുഴപ്പമില്ല. ഔഷധങ്ങളാണ്. എന്തിനാണ് ആയുർവേദത്തെ ആശ്രയിക്കാൻ പറ്റില്ല? എന്തുകൊണ്ട്? ആയുർവേദം എന്നത് ഇന്ന് അലോപ്പത്തിയുടെ അടിമയാണ്. മനുഷ്യന്റെ സകലം എല്ലാം നഷ്ടപ്പെട്ടു പോയി. വിജ്ഞാനത്തിൽ സത്യമില്ലാതിരിക്കുക, തീരുമാനത്തിൽ നീതിയില്ലാതിരിക്കുക, ആരോഗ്യത്തിൽ സുരക്ഷിതമില്ലാതിരിക്കുക, ഇതൊക്കെ മനുഷ്യന് സംഭവിച്ചു പോയ ദുരന്തങ്ങളാണ്. അവസാന കാലഘട്ടത്തിൽ ദുരന്തം. മനസ്സിലായില്ലേ? ആരോഗ്യത്തിൽ സുരക്ഷിതമില്ല, ചികിത്സയിൽ ഔഷധമില്ല, തീരുമാനത്തിൽ നീതിയില്ല, വിജ്ഞാനത്തിൽ സത്യവുമില്ല. വിജ്ഞാനം എങ്ങനെ പഠിക്കുന്നു? വിജ്ഞാനം എങ്ങനെ പഠിച്ച് എങ്ങനെ പോവാ? അതാത് കാലഘട്ടത്തോട് യോജിക്കുന്നവർ പഠിക്കും. 10 25 കൊല്ലം കഴിഞ്ഞാൽ, ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ ഇന്ത്യയിലെ ജനങ്ങൾ, കുട്ടികൾ എന്ത് പഠിക്കും? ഗാന്ധിജി ഒരു അക്രമിയായിരുന്നു. അപ്പോൾ പിന്നെ ആ ഗാന്ധിജി നല്ലവനായിരുന്നു എന്ന് പറഞ്ഞാൽ മാർക്ക് കിട്ടൂല. നമുക്കിപ്പോ എന്താണ് ഫുൾ A+ ആയിട്ടുണ്ട്. അപ്പൊ ഗാന്ധിജി അക്രമിയായിരുന്നു എന്ന് എഴുതണം നമ്മൾ. 10 കൊല്ലം കഴിഞ്ഞ കുട്ടികൾ ഇതാ ഗാന്ധിജി അക്രമിയായിരുന്നു എഴുതിയാലേ ഫുൾ A+ കിട്ടുള്ളൂ. പിന്നെ ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ ഗാന്ധിജി ഒരു മിത്തായിരുന്നു, ഗാന്ധിജി ഉണ്ടായിട്ടല്ല. അപ്പൊ അങ്ങനെയാണ് പാഠപുസ്തകത്തിൽ വന്ന്. അപ്പൊ അത് എഴുതിയാലേ A+ കിട്ടുള്ളൂ. നമുക്ക് ആവശ്യം എന്താണ്? നീതി സത്യം ജയിക്കലല്ല, നമുക്ക് ആവശ്യം എന്താണ്? ഫുൾ A+ അല്ലേ? മലപ്പുറം ജില്ലയിൽ A+ കൂടുതലാണെന്നാണ് ഇപ്പം പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താ? മലപ്പുറം ജില്ലയിൽ മണ്ടശിരോമണികളാണെന്നാണ് അതിന്റെ അർത്ഥം. ചോദ്യം ചെയ്യുന്നവരാരുമില്ല എന്നാണ്. മണ്ടശിരോമണികൾ എവിടെ ഫുൾ A+ ഉണ്ടോ അവിടെ എല്ലാം മണ്ടശിരോമണികളായിരിക്കും. കാരണം അവർക്ക് സത്യവും നീതിയല്ല അവർക്ക് ആവശ്യം. അവർക്ക് ആവശ്യം എന്താണ്? A+ ആണ്, ഫുൾ A+. ഈ പരീക്ഷ ഇടുന്നോണ്ട് A+. ഇവനും മണ്ടശിരോമണിയായിരിക്കും, എല്ലാവരും മണ്ടശിരോമണിയായിരിക്കും. ഞാൻ എൻ്റെ മകൾ MBBS പഠിച്ച കാലത്ത് ഞാൻ ചിന്തിച്ചൊരു കാര്യം, ആദ്യത്തെ ഡോക്ടർ എത്ര ഭാഗ്യവാനായിരിക്കുമെന്നാണ്. അങ്ങനെ ചിന്തി, ആദ്യത്തെ ഡോക്ടർ എത്ര ഭാഗ്യവാനായിരിക്കും? അത് ഭാഗ്യവാനായിരിക്കും, ഭയങ്കര ഭാഗ്യവാനാണ്. എന്തുകൊണ്ട്? അയാൾക്ക് വളരെ റിലാക്സ് ആയ ജീവിതമായിരിക്കും അയാൾക്ക് ഉണ്ടാവുക. അതായത് ഇവർ എന്നെ MBBS പഠിച്ച കാലത്ത് ഈ കുട്ടി എന്നെ എന്ത് ചെയ്യും? അവരെ ബാക്കിയുള്ള കുട്ടികളെ പോലെ തന്നെ അവർ എന്നെ പുസ്തകങ്ങൾ വാങ്ങാൻ വേണ്ടി അയക്കും. പുസ്തകം എന്ന് പറഞ്ഞാൽ ഇത്ര കട്ടിയുള്ള പുസ്തകങ്ങൾ. അതൊരു 4 മാസം 5 മാസം കഴിയുമ്പോൾ ഇത്ര കട്ടിയുള്ള പുസ്തകങ്ങൾ വാങ്ങിക്കൊടുക്കണം. ഇതിൽ തല പുണ്ണാക്ക. അവർ ഒരു 10 കൊല്ലം മുമ്പ് ഇത്ര കട്ടി ഉണ്ടാവില്ല, പിന്നെ ഒരു 10 കൊല്ലം മുമ്പോ ഇത്ര എണ്ണ ഉണ്ടാവില്ല, അതിൻ്റെ 10 കൊല്ലം മുമ്പോ ആദ്യത്തെ 10 കൊല്ലം മുമ്പോ പുസ്തകം തന്നെ ഉണ്ടാവില്ല. അതെത്ര ഭാഗ്യവാനാണ്. അയാളടുത്ത് പോയവർക്കൊക്കെ സുഖവും ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഉള്ളത് തന്നെ. ഇപ്പോഴത്തെ ചികിത്സ എന്ന് പറഞ്ഞാൽ എൻ്റെ ആധാരം കളയുക എന്നാണ് അതിൻ്റെ അർത്ഥം. അതിനെൻ്റെ ആധാരം 25-35 ലക്ഷം. ഈ കഴിഞ്ഞ ആഴ്ച സാധു എന്നോട് പറഞ്ഞു, കോഴിക്കോട്ടെ ആശുപത്രിയിൽ നിന്ന് മകനെ ചികിത്സിക്കാൻ 20 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു. ഞാൻ അയാളോട് പറഞ്ഞു, അള്ളാഹിനോട് ദുആ ചെയ്തു, അള്ളാഹു രക്ഷപ്പെടുത്തി. എൻ്റെ അടുത്ത് ദുആ മാത്രം മതി എന്നല്ല. ഉണ്ട്. എന്താ നിങ്ങളത് മനസ്സിലാക്കേണ്ടത്? എല്ലാം കഴിഞ്ഞ അവസാനം എന്ത് പറയും? എല്ലാം കഴിഞ്ഞു. 1 മാസം ആശുപത്രിയിൽ ഇട്ടതിന് ശേഷം എന്നോട്, എൻ്റെ വാപ്പാൻ്റെ കാര്യത്തിൽ എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, 1 മാസം ലക്ഷങ്ങൾ ചെലവാക്കിയതിന് ശേഷം പറഞ്ഞു, ഇനി നല്ലൊരു ദിവസത്തെ മരണമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്നോട് ഡോക്ടർ പറഞ്ഞു. ലക്ഷക്കണക്കിന് ഉറുപ്പിക ആശുപത്രി കൊടുത്തതിന് ശേഷം ഒരു ദിവസം വൈകുന്നേരം ഡിസ്ചാർജ് ചെയ്യാൻ വാപ്പാനെ. അപ്പം ബില്ല് വന്നു 1,70,70,000.
ബില്ല് വന്നു. അപ്പോൾ ഞാൻ നാട്ടിലില്ല. അപ്പോൾ ഞാൻ വേറൊരാൾക്ക് വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു ബില്ല് വന്നിട്ടുണ്ട്, വാപ്പാനെന്ന് ഡിസ്ചാർജ് ആവുകയാണ്. ഞാനില്ല, ഞാൻ നാട്ടിൽ ഇന്ത്യയിലും ഇല്ല, ഞാൻ പുറത്താണ്. അപ്പോൾ ഞാനൊരു ബന്ധു അയാളോട് പറഞ്ഞു, നീ 1,70,000 കൊണ്ടുപോയി അവിടെ കെട്ട് വാപ്പാനെ ഡിസ്ചാർജ് ആക്കണം. അയാൾ പിന്നെ 1-2 മണിക്കൂറിനുള്ളിൽ പൈസ എത്തിച്ചു. അങ്ങനെ ഡിസ്ചാർജ് ആക്കി. ഡിസ്ചാർജ് ആക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് പിന്നെ കൂട്ടിയിൽ പേച്ചിട്ടുണ്ട്, 10,000 കൂടി കൂട്ടും, 1,80,000. അപ്പം ഇവർ കൊടുത്ത ബില്ലല്ലേ. അപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, ഞങ്ങൾക്ക് ഇങ്ങനെ ബില്ല് ആദ്യം തന്ന്. അപ്പം പറഞ്ഞിട്ട് കാര്യമില്ല, ബില്ല് ഡോക്ടർമാരല്ലല്ലോ തരും, ഞങ്ങളല്ലേ കൂട്ടുക. ഇപ്പോൾ 1,80,000 വേണം. അപ്പോൾ 10,000 റുപ്യ, ലക്ഷക്കണക്കിന് റുപ്യ കൊടുത്ത ആശുപത്രി. അപ്പം അവർ പറഞ്ഞു, നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നാളെ പാപ്പയെ നാളെ കൊണ്ടുപോയാൽ മതി. മലപ്പുറം ജില്ലയിലെ പ്രഗത്ഭനായ എൻ്റെ ബാപ്പാനെ 25 കൊല്ലം ചികിത്സിച്ച ഒരു ഡോക്ടറുടെ ആശുപത്രി, 25 കൊല്ലം എൻ്റെ ബാപ്പാനെ ചികിത്സിച്ച ഒരു ഡോക്ടറുടെ ആശുപത്രിയിൽ നിന്ന് അവസാനം 10,000 റുപ്യ ഇല്ലാത്തതിൻ്റെ പേരിൽ ഞാൻ സ്ഥലത്തില്ല. അവർക്ക് എന്നെ അങ്ങനെയാണല്ലോ, അവർക്ക് എന്നെ വാട്സപ്പിലോ മറ്റിലോ ഒന്നും കിട്ടിയതുമില്ല. ഇനി ഒരു 10,000 റുപ്യ അവിടുന്ന് ഒരാളോട് പറയാൻ നമ്മളോട് ബന്ധപ്പെട്ട ആളുകൾ പട്ടിക്കാടും പെരിന്തൽമണ്ണയിലാണ് ഈ ആശുപത്രി. പട്ടിക്കാടും പെരിന്തൽമണ്ണയും മലപ്പുറത്തൊക്കെ ഉണ്ട്. പക്ഷെ അവർക്ക് എന്നെ കിട്ടിയില്ല. പിന്നെ എന്നെ കിട്ടുന്നത് രാത്രിയാണ്. അവരവിടെ കിടന്നു. ഞാൻ എന്ത് ചെയ്യും? 10,000 റുപ്യ കൊടുക്കാതെ ആശുപത്രിയിൽ വിടൂല. പിറ്റേന്ന് രാവിലെ ആ 24 മണിക്കൂറിന്റെ ബില്ലും കൂടി കൊടുത്തിട്ടാണ് പുറത്താക്കിയത്. അപ്പോഴൊരു ലാഭം മനസ്സിലായില്ല. പിറ്റേന്ന് രാവിലെ എന്ത് മതിയാവൂല, ഈ 10,000 മതിയാവില്ല. എന്തുകൊണ്ട് ഒരു ദിവസം കൂടുതൽ കിടന്നില്ലേ? അപ്പോൾ വേറെയും ബില്ല് വന്നു. ബാപ്പ മരിച്ചതിന്റെ പിറ്റേ ദിവസം ഞാൻ ദിക്റല്ല ആദ്യം ചൊല്ലിയത്. ഡോക്ടർക്ക് മെസ്സേജ് അയച്ചു, ഇനി നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നിങ്ങൾ ഈ ഭൂമിയിലുണ്ടെങ്കിൽ ആ ആശുപത്രിക്ക് ഒരാളെ ഞാൻ പറഞ്ഞേക്കൂല. ഇപ്പൊ പേര് പറയരുത്, ഞാൻ പേര് പറയില്ല. അയാളോട് ചോദിക്കുക, അയാൾക്കിട്ട് അറിയും ഈ പ്രസംഗം, അയാൾ കേട്ട അയാൾക്കറിയും. അപ്പൊ അയാൾ പറഞ്ഞു, നമ്മൾക്ക് തമ്മിൽ സംസാരിക്കാൻ ഞാൻ തയ്യാറാണ്, എനിക്ക് നിങ്ങളെ സംസാരത്തിന് ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞു. പറ്റിക്കൽസ്. അതോടുകൂടെ ഞാൻ ഇംഗ്ലീഷ് ഗുളികകൾ കുടിക്കുന്നത് നിർത്തി. ഇംഗ്ലീഷ് ഗുളികകളുടെ ഒരു ചതി. അതിൻ്റെ അർത്ഥം ഇംഗ്ലീഷ് ഗുളിക ശരിയോ തെറ്റോ അതൊന്നും എനിക്കറിയില്ല, ഞാൻ അത്ര പഠിച്ചിട്ടില്ല, അതൊന്നും ഞാൻ പഠിച്ചെത്തിയ വിഷയങ്ങളല്ല. ഏതായാലും ഞാൻ പരമാവധി ഇംഗ്ലീഷ് ഗുളിക കുടിക്കൂല. പനി ആയാലും അങ്ങനെ കിടക്കും. എനിക്ക് മാത്രമല്ല, കുരങ്ങിന് പനിയുണ്ടല്ലോ, ആനക്ക് പനിയില്ലേ, പോത്തിന് പനിയില്ലേ. എൻ്റെ ബാപ്പ വലിയ പനിക്കോർമ്മണ്ട്. ആലയിൽ നിറയെ എരുതുകളുണ്ടാവും. എൻ്റെ കുട്ടിക്കാലം നാട്ടിൽ വലിയ കൃഷിക്കാരൻ എൻ്റെ വാപ്പ. രാവിലെ പോയിട്ട് ഒരു പോത്തിനെ 2 വട്ടം ഒന്ന് തട്ടിയിട്ട് അത് എണീക്കണില്ലെങ്കിൽ പറയാം, എന്തോ വയ്യ, ഇനി ചടപ്പാണ്, അതിനെടുക്കണ്ട. ഒരിക്കത് അറിയും, പിന്നെ എണീപ്പിക്കൂല. അതിനെന്തുണ്ടാവും? വലിയപ്പക്കറിയാം അതിനെന്തോ പനി ഉണ്ടാവും. എന്നിട്ട് ഗുളി കൊടുക്കും. എന്തോ അതങ്ങനെ തന്നെ നടക്കും. 24 മണിക്കൂർ 48 മണിക്കൂർ എന്ത് ചെയ്യും? അത് അതിജയിക്കും. ഒരു പനി ഉണ്ടാവുമ്പോഴത്തേന് ഗുളിക പോകുന്ന ആളുകൾ നമ്മളല്ലേ. പനി ഉണ്ടാകുമ്പോൾ ഗുളി കുടിക്കാൻ പാടില്ല. പനി ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യേണ്ടത്? ഒറ്റക്കിടത്തം. പനി നിങ്ങളോട് ആവശ്യപ്പെടേണ്ട, നിങ്ങളോട് ആവശ്യപ്പെട്ട് നിങ്ങൾ ചെയ്യാം. നിങ്ങളോട് ആവശ്യപ്പെട്ട് പുതപ്പിട്ട് കിടക്കാനല്ലേ. പനി ഉണ്ടായാൽ നിങ്ങൾക്ക് ബോഡിക്ക് സ്വയം കുളിര് തോന്നുമല്ലോ. പുറത്ത് ചൂടുണ്ടെങ്കിൽ ഉള്ളിൽ നിങ്ങൾക്ക് എന്താ തോന്നുക? പറ കുട്ടി, എന്താ തോന്നുക? കുളിര്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ബോഡി ആവശ്യപ്പെട്ട് ഇലാഹിയായ സന്ദേശമാണത്. നിങ്ങൾ പുതപ്പിട്ട് കിടക്കന്നെ. ഭക്ഷണം കഴിക്കണ്ട, ഭക്ഷണം കഴിക്കരുത്. ബോഡി എന്താ പറയാ? ഭക്ഷണം കഴിച്ചാൽ മരിക്കാവൂല. ഭക്ഷണം കഴിക്കാതെ എൻ്റെ ഒരു കുട്ടി ഈ കഴിഞ്ഞ വർഷം 20 ദിവസം ഭക്ഷണം കഴിച്ചില്ല. പനിയായിരുന്നു, ഗുളികയും കൊടുത്തില്ല. എല്ലാവരും അയൽവാസികൾ വരെ പറഞ്ഞു മരിച്ചോ, കുട്ടി മരിച്ചൂല. 20 ദിവസം കഴിഞ്ഞു, കുട്ടി എണീറ്റ് സ്കൂളിൽ പോയി, ഒരു പ്രശ്നമില്ല. 20 ദിവസം കുട്ടിക്ക് മരിച്ചു, ഒരു ഗുളിക കൊടുത്തില്ല. കുട്ടി കിടക്കുന്നു, കുട്ടി അങ്ങനെ കിടക്കും. അതാണ് അതിൻ്റെ പ്രോസസ്സിങ്. അപ്പോൾ അതിൻ്റെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ മുഴുവനും അങ്ങനെ മെല്ലെ മെല്ലെ പുറത്തേക്ക് പോകും. 20 ദിവസം പനിച്ചു. ഇതിനർത്ഥം ഒരു രോഗത്തിന് ചികിത്സിക്കേണ്ടതല്ലേ, പനി. മനസ്സിലായില്ലേ? പനി നിങ്ങളെ അതിന് അൽഹംദുലില്ലാ എന്ന് പറയണം. എന്തുകൊണ്ട്? അനാവശ്യമായ കണ്ടന്റുകൾ നിങ്ങളെ ബോഡിയിൽ നിന്ന് പുറത്തു കളയാണ്. എന്ത് പനി? നിങ്ങളൊരു ഉള്ളി ഒരു സവാള ഉള്ളി നടുകെ പിളരുക. ഒരു സവാള, വലിയ സവാള അല്ലേ, സവാള നടുകെ പിളർന്നിട്ട് ഈ കാലിന്റെ ഇവിടെ പനി ഉണ്ടാകുമ്പോ കാലിന്റെ ആ ഉൾഭാഗല്ലേ, ഉൾഭാഗത്ത് വെച്ച് ശീലക്കഷ്ണം കൊണ്ട് കെട്ടുക.
2 കഴിഞ്ഞു ഉറങ്ങുക. സോക്സ് ഇടാനും പറ്റും. ഒരു കെട്ടാണ് ഞാൻ പറഞ്ഞ ഉദ്ദേശം. സോക്സ് ഇട്ടാലും മതി. ഇനി എന്താണ് കെട്ടുക? ശീലക്കഷ്ണമുണ്ട്, പ്ലാസ്റ്റിക് അല്ല, ശീലക്കഷ്ണമുണ്ട് കെട്ടുക. പിറ്റേന്ന് നമ്മളെടുത്ത് നോക്കുമ്പോൾ കറുകറുത്തിട്ടുണ്ടാവും. അത് നിങ്ങൾ ബോഡിയിലെ അനാവശ്യമായ കാർബൺ ഡൈ ഓക്സൈഡാണ്. കറുകറുത്തിട്ടുണ്ടാവും. കോഴിക്കോലും കൊടുക്കരുത്. അതൊക്കെ പുറത്ത് പോകേണ്ട സാധനങ്ങളാണ്. പുറത്ത് പോയിക്കോട്ടെ. പുറത്ത് പോകേണ്ടത് പുറത്ത് പോകാതെ നിങ്ങൾക്ക് ഊർജ്ജം ഉണ്ടാവില്ല. ഒരു ശത്രുവിനെ കണ്ടാൽ ആന അമറും. എന്തിനാ ആന അമർന്നത്? മുദ്രാവാക്യം വെക്കുക, ഇൻക്ലാബ് സിന്ദാബാദ് എന്നാണ് അതിന്റെ അർത്ഥം. അല്ല, അതിന്റെ ഇവിടെ കെട്ടിക്കിടക്കും അനാവശ്യമായ വാതകങ്ങൾ. പുറത്തേക്ക് കയറും. എല്ലാവരും കുതിക്കാൻ കഴിയില്ല. ഒരു പുലി, നരി, സിംഹം ഒരു ശത്രുവിനെ കണ്ട ആദ്യം അമറയും. അമർന്നത് ഈ അമർച്ചയിലൂടെ എന്താ ഉണ്ടാവുന്നത്? എവിടെ നിങ്ങളൊക്കെ വരുന്നത്? ഈ അമർച്ചയിലൂടെ എന്താ ഉണ്ടാവുന്നത്? ഈ മോശപ്പെട്ട വാതകങ്ങൾ അതിന്റെ വായിന് പുറത്തേക്ക് പോവും. അപ്പൊ അതിന് ഊർജം കിട്ടും. ഒരു പനി കഴിഞ്ഞ് ഞങ്ങൾക്ക് ഊർജം ഉണ്ടാവും. ആ പനിയിൽ ഗുളി കൊടുത്തിട്ട് ആ വാതകം ഉള്ളിൽ തരട്ടാലോ, അത് ക്യാൻസർ ആവും. ആദനബിക്ക് മനസ്സിലില്ലേ? എവിടെ പോയത്? മെഡിക്കൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലോ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് എവിടെയൊന്നും ആദനബിനെ കാണിച്ച്? ഷീസ് നബിക്ക് മനസ്സിലില്ലേ? ഹബ്ബാ ബീവിക്ക് ആരെ കുത്തിയിരുന്ന ഇഞ്ചക്ഷൻ? 40 കുട്ടികളെ പ്രസവിച്ചിട്ടുണ്ടല്ലോ ഹബ്ബാ ബീവി. എന്നേലും കുത്തിനോ? ചന്തിക്കോ ഊരക്കോ ഹബ്ബാ ബീവിനെ ആരെയും കുത്തിയിട്ടുണ്ടോ? മനസ്സിലായോ പറഞ്ഞത്? പോകേണ്ടത് പുറത്തു പോകണം. ഇവിടെ സിസ്റ്റണ്ട് മനുഷ്യന്. ഈ മനുഷ്യൻ എന്നാണ് ഇവിടുത്തെ സ്പീഷീസുകളിൽ ഒന്ന് മാത്രമാണ്. ഇവിടെ കോടാനക്കോടി സ്പീഷീസുകളുണ്ട്. ഇവർക്കെല്ലാം രോഗമുണ്ട്, ആരോഗ്യമുണ്ട്, രോഗമുണ്ട്, ദുഃഖമുണ്ട്, പ്രയാസമുണ്ട്, സുഖമുണ്ട്, സന്തോഷമുണ്ട്. മനുഷ്യനുണ്ടാവുന്ന എല്ലാ വൈകാരികതയും എല്ലാ ഗുണവും ദോഷവും അവക്കുണ്ട്. നിങ്ങൾക്ക് പറയുന്ന മനസ്സിലാവുന്നുണ്ട്? വളരെ നിങ്ങൾ ചിന്തിക്കണം. ചിന്തിച്ചല്ല. ഞാൻ 40ാമത്തെ വയസ്സ് മുതൽ എനിക്ക് ഷുഗറുണ്ട്. ഞാൻ ഗുളിക കുടിക്കില്ല, പച്ചവെള്ളം കുടിക്കും. പച്ചവെള്ളം കുടിക്കും. അതിൻ്റെ അർത്ഥം നിങ്ങൾ ഗുളിക കുടിക്കരുതെന്നല്ല. നിലവിലുള്ള ഗുളികകൾ അതിനുപയുക്തമല്ല എന്നാണ് എൻ്റെ വാദം. പിന്നെ ഡോക്ടറോട് നിങ്ങൾ അയാൾ കാലം പറയില്ല. നിങ്ങളെ ഷുഗർ 2 ആഴ്ച കൊണ്ട് മാറും, ഈ ഗുളിക കുടിച്ചോളി എന്ന് പറഞ്ഞാൽ ആ ഗുളിക ഞാൻ കുടിച്ചോളാം. അവരെന്താ പറയുക? ഈ ഗുളിക അത്ര പ്രശ്നമുള്ള ഗുളികയല്ല, ഇത് കുറച്ച് വലിയ കുഴപ്പക്കാരൻ ഗുളികയല്ല. അതങ്ങനെ കുടിച്ചു നോക്കുക നമുക്ക്. അങ്ങനെ കുടിച്ച് പിന്നെ മുപ്പൻ എന്ത് പറയും? ഇനിയിപ്പോൾ നമുക്ക് ഇൻസുലിൻ ചെയ്യാം. പിന്നെ മുപ്പൻ എന്ത് പറയും? ഇനി നമുക്ക് ഡയാലിസിസിലേക്ക് പോകാം. എന്നാലും നമുക്ക് പരമാവധി ആയുസ് 3 ആഴ്ചയിൽ ഒരു ഡയാലിസിസ് മതി. പിന്നെ ഡയാലിസിസിനെ പറ്റി മുപ്പൻ എന്ത് പറയും? ഇനി ആഴ്ചയിൽ 2 ദിവസം, എന്നാലും നമുക്ക് 5 ദിവസം കിട്ടുമല്ലോ. പിന്നെ മുപ്പൻ എന്ത് പറയും? ഇനി ആഴ്ചയിൽ 3 ദിവസം 3 ഡയാലിസിസ് വേണ്ടി വരും. എന്നാലും നമുക്ക് 4 ബാക്കിയില്ലേ. അതിനിടയിൽ മൂപ്പർ മരിച്ചു പോയി നിങ്ങൾ വിളിച്ച് അങ്ങോട്ട് പറയും. ഇതാണ് ഇതിനാണ് ചൂഷണം എന്ന് പറയുക. ഇത് ചൂഷണമാണ്. കാരണം ഇതിൻ്റെ പിന്നിൽ ഔഷധം നടന്നിട്ടില്ല. ഔഷധമില്ലാതെ മനുഷ്യൻ ആരോഗ്യം തിരിച്ചു വരില്ല. മനസ്സിലായി പറഞ്ഞത്? നിങ്ങൾക്ക് എന്തൊക്കെ നിങ്ങൾ ചിന്തിക്കാത്ത? ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊമ്പ് വെക്കും. ഈ കൂട്ടത്തിൽ കൊമ്പ് വെച്ചാരാ? കൊമ്പ് വെച്ചവർ കൈ പൊക്കി. കൊമ്പ് വെച്ചു 1 2 കൊമ്പ് വെക്ക. ബോഡിയിൽ കൊമ്പ് വെക്ക. ഹിജാമ ചെയ്തിട്ടുണ്ടോ? ഹിജാമ ചെയ്തിട്ടുണ്ടോ? എന്താ നിങ്ങൾ ചെയ്യട്ടെ? നിങ്ങളെ ബോഡിയിൽ എത്ര ഇതുണ്ടാവും? അല്ലെങ്കിൽ നിങ്ങൾ ബസ് സ്റ്റോപ്പിൽ കിടന്നുറങ്ങി. ഹിജാമ ചെയ്യേണ്ട, ബസ് സ്റ്റോപ്പിൽ കിടന്നുറങ്ങിയാൽ മതി. കൊതുക് കുടിക്കും. അപകടകാരികളല്ലാത്ത ചില കൊതുകുകളുണ്ട്. ആ കൊതുകുകൾ കടിക്കുന്നത് നല്ലതാണ്. എന്തുകൊണ്ട്? അതായത് നിങ്ങളെ മേൽച്ചോര അത് വലിച്ചെടുക്കും. എപ്പോഴും മോശപ്പെട്ട ചോര മുകളിലായിരിക്കും. അട്ടയിൽപ്പെട്ടതാണ്. ആട്ട പറ്റും. അട്ട മനുഷ്യൻ്റെ രോഗം മാറ്റും. ഒരു കാലത്തൊരു ചികിത്സാ രീതിയാണ് അട്ടയെ കൊണ്ട് കടിപ്പിക്കുക, രോഗം മാറും. ആട്ടയെ കടിപ്പിക്കല് നല്ലതാണ്. ദുഷിച്ച ചോരയൊക്കെ അത് പുറത്തേക്കും. എപ്പോഴും നിങ്ങൾ മുകൾ ലെയറിലാണ് ദുഷിച്ച ചോര ഉണ്ടാവുക.
അട്ട, കൊതുക് അതൊക്കെ അത് കടിച്ചെടുക്കും. പുഴയിൽ ഞങ്ങൾക്കൊരു രഹസ്യം പറഞ്ഞുതരാം, അല്ലെങ്കിൽ പരസ്യം പറഞ്ഞുതരാം. പുഴയിൽ ഇറങ്ങിയിട്ട് നിങ്ങൾ നീന്തുക. മുറിവുള്ള സമയത്ത് 2 ദിവസം കൊണ്ട് മുറിവ് ഉണങ്ങും. എന്തേ? മീൻ കടിക്കും. മുകൾ ഭാഗത്ത് വൃത്തികേട് മുഴുവൻ മീൻ കടിച്ചുകൊണ്ട് പോകും. രോഗം മാറും. എനിക്ക് അനുഭവമാണ്. ഞങ്ങൾ പുഴയിൽ നീന്തിരുന്ന ഒരു കാലത്ത്, ഓർമ്മല്ലത്, എളുപ്പം മാറും. ആ ജീവി ആ രോഗം കൊണ്ടുപോകും. ജീവിക്കത് കുഴപ്പമില്ല. ഇതൊക്കെ പുറത്ത് പോകേണ്ട സാധനങ്ങൾ പുറത്ത് കളയന്നെ വേണം. ഞാനിത് പറയാനുള്ള കാരണം, ഔഷധങ്ങളില്ലാതെയായി. വിജ്ഞാനത്തിൽ സത്യമില്ല, വിദ്യാഭ്യാസത്തിൽ സത്യമില്ല, തീരുമാനത്തിൽ നീതിയില്ല, ചികിത്സയിൽ ഔഷധവുമില്ല. ഇനി അങ്ങനെ മനുഷ്യരുടെ പാർക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊക്കെ തന്നെ ചികിത്സാ രീതികൾ. അതൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ് അവർ. ഹബീബ റസൂലുള്ളാഹിന്റെ കാലഘട്ടം എന്തോ ഒരു നല്ല കാലഘട്ടമാണ് അതൊക്കെ. ഞാൻ പറഞ്ഞില്ലേ, ആകാശഭൂമികൾക്കിടയിൽ ഏറ്റവും വൃത്തികെട്ട കാലം 20-ാം നൂറ്റാണ്ടാണ്. ഫിറഔനൊക്കെ മയസറിലെത്തിയ പറയുണ്ടാവും, എന്താണെങ്കിലും പഠിച്ചോനെ ചിന്ന 20-ാം നൂറ്റാണ്ടിൽ ജയിപ്പിച്ചതല്ലോ. ചിന്ന ചെങ്കടലിൽ മുക്കി കൊന്നാലും എനിക്ക് പ്രശ്നമില്ല, എന്നാലും 20-ാം നൂറ്റാണ്ടിൽ ജീവിക്കേണ്ട ഒരു ഗതികേട് എനിക്ക് വന്നില്ലല്ലോ എന്ന് ഫിറഔനും നമ്രൂദും അബൂജഹലും ഒക്കെ അള്ളാഹിനോട് ദ്വാർക്കുണ്ടാവും മയസറിന്ന്. എന്നാലും അൽഹംദുലില്ലാഹ് എന്ത് ചെയ്താലും 20-ാം നൂറ്റാണ്ടിലാക്കിയില്ലല്ലോ. മാനവ ചരിത്രം കണ്ട ഏറ്റവും വൃത്തികെട്ട കാലം 20-ാം നൂറ്റാണ്ടാണ്. മാനവ ചരിത്രം കണ്ട ഏറ്റവും വൃത്തികെട്ട കാലം 20-ാം നൂറ്റാണ്ടാണ്. 21-ാം നൂറ്റാണ്ടിന് ഒരു പണിയില്ല. 20-ാം നൂറ്റാണ്ട് ഉണ്ടാക്കി വെച്ച തിന്മ മാത്രം മതിയാവും. ഇനി 25-ാം നൂറ്റാണ്ടിലാണ് ലോകാവസാനമെങ്കിലും കാരണം 20-ാം നൂറ്റാണ്ടിരിക്കും. 20-ാം നൂറ്റാണ്ട് പോലെ ഒരു അപകടകാരിയായ കാലം മാനവ ചരിത്രത്തിലുണ്ട്. നിങ്ങൾ പറയും ഇയാൾ പിന്തിരിപ്പനാണ്, കല, ശാസ്ത്രം, തത്വചിന്ത എന്തൊക്കെയാണ് 20-ാം നൂറ്റാണ്ടിൽ വളർന്നത്. പറഞ്ഞോളി. ബാഫക്കത്തങ്ങൾ ജീവിച്ചില്ലേ, പൂക്കോയത്തങ്ങൾ ജീവിച്ചില്ലേ, ഇയാൾ പൂക്കോയത്തങ്ങൾക്കെതിരാണ്, കരിങ്കാരിയാണ്. പറഞ്ഞോളി. ഒന്നും ഉണ്ടാവില്ല. തത്വചിന്ത കാലം കഴിഞ്ഞും ചെയ്തു, ഒന്നും ഉണ്ടാവില്ല. ഊഷരമായ ചരിത്രമാണ് 20-ാം നൂറ്റാണ്ടിൻ്റെ ചരിത്രം. യുദ്ധത്തിൻ്റെ ചരിത്രം. യുദ്ധം എന്ന് പറഞ്ഞാൽ ചതി വൻ ചതി മാത്രം. ഉറപ്പ്. സയൻസും ടെക്നോളജിയും, ആധുനിക സയൻസും ടെക്നോളജിയും മനുഷ്യനെ നശിപ്പിക്കുന്ന അത്ര ഒന്നും നശിപ്പിക്കില്ല. ഞാൻ നിങ്ങളോട് ഞാനൊരു കാര്യം പറഞ്ഞല്ലോ, ജപ്പാന്റെ കഥ കഴിഞ്ഞു. ജപ്പാൻ ഇനി പുറകോട്ടേ പോകും, മുന്നോട്ടും കഴിയില്ല, ഒരിക്കലും ഇല്ല. അല്ലെങ്കിൽ ഒരു ജീനിയസ് 20-ാം നൂറ്റാണ്ടിൽ ആരാ? ഒരു ജീനിയസ് ഇല്ല. പഠിക്കാത്തതുകൊണ്ടാ, പഠിക്കണേ ഇല്ല, ഒരു പഠിക്കണില്ല. അതിൻ്റെ കാലം കഴിഞ്ഞു മോനെ. വിജ്ഞാനം മാലിന്യപ്പെട്ടു. ഇനി ഒരു ജീനിയസ് വരും. ആ ജീനിയസ് സ്കൂളിൽ മദ്രസയിലും പോകരുത്, മദ്രസ കാണരുത്, മോലേരിയും കാണരുത്, സ്കൂളും കാണരുത്, അധ്യാപകനെയും കാണരുത്. എന്നാലൊരു ജീനിയസ് ഉണ്ടാവും. ചിലപ്പോൾ മഹദി മിക്കവാറും അതായിരിക്കാനാണ് സാധ്യത. അള്ളാഹുവിന് മഹദി മദ്രസയിൽ പോയിട്ടുണ്ടാവില്ല. മദ്രസയിൽ പോയ ഒരാൾക്ക് ജീനിയസ് ആകാൻ കഴിയില്ല, ഒരിക്കലും കഴിയില്ല. സ്കൂളിൽ പോയ ഒരാൾക്ക് തത്വചിന്തകനാൻ കഴിയില്ല. പുറത്തു പറയണ്ട. പറഞ്ഞേക്കും. അല്ല, ഞാൻ ഇത് അയാളോട് നിങ്ങളൊന്ന് പോയി പറയും. ഇയാൾ ഇന്നലെ പറഞ്ഞു, ഒരു അധ്യാപകൻ പറഞ്ഞു, എനിക്ക് അയാൾക്ക് കുട്ടികളുണ്ടായിട്ടില്ല, ഞാൻ ഇനി എൻ്റെ കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ ഓലെ എങ്ങനെ ഏത് സ്കൂളിലേക്കാണ് പറഞ്ഞേക്കാൻ ഞാൻ ആലോചിച്ച് തലമുണ്ടായി നടക്കാന്ന് ഒരു അധ്യാപകൻ സലാമിനോട് ഇന്നലെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇതൊക്കെ എനിക്ക് കഴിഞ്ഞു പോരാ. കുട്ടികളുണ്ടായപ്പോൾ ഞാൻ സ്കൂൾക്ക് മദ്രസ പറഞ്ഞയച്ചു. എന്തുകൊണ്ട്? അല്ലാതെ നിർവാഹമില്ല. ഏത് മൂലയിലും ഏൽപ്പിക്കുക എനിക്കറിയില്ല. അതെ അതെ അതെ. ഒരു സൊസൈറ്റിക്ക് ആവശ്യമുള്ളത് അച്ഛനും അമ്മയും കൊടുക്കും. ഒരു കുട്ടിക്ക് ആവശ്യം, പിന്നെ ആ കുട്ടിയുടെ കഴിവനുസരിച്ച് ആ കുട്ടി വളരും. ലോകത്തും എല്ലാവരും അങ്ങനെയല്ലേ. സ്കൂളിൽ പഠിക്കാത്ത ആളുകളാണ് വളർന്നത്,
മര്യാദക്ക് സ്കൂളിൽ പഠിക്കാത്ത സാഹിത്യകാരനാണ്. 2 സാഹിത്യകാരന്മാരാണ് മലയാള ചരിത്രം മാറ്റിമറിച്ച്. ഒന്ന് ബഷീർ, ഒന്ന് വിജയന് സ്കൂളിൽ തന്നെ പറ്റില്ല. മലയാളം കണ്ട ജീനിയസ് ആരാന്ന് ചോദിച്ചാൽ എന്നും ഞാൻ പറയുന്നത് മലയാള സാഹിത്യത്തിൻ്റെ ജീനിയസ് OV വിജയനാണ്. സ്കൂൾ പോയിട്ടില്ല. ബഷീറും പോയിട്ടില്ല. ഈ 2 എന്താണ് അള്ളാഹു അവർക്ക് നൽകിയ അനുഗ്രഹം? അവർക്ക് പടച്ചവൻ കൊടുത്ത അനുഗ്രഹം എന്താണ്? അവർ സ്കൂളിൽ പോയില്ല എന്നുള്ളതാണ്. ജീനിയസിനെ എന്തിനാ അതൊക്കെ പറയണത്? ഞാൻ മൊയ്തു കീഴ്ശേരി എന്ന ആളുടെ സാഹിത്യ പുസ്തകം വായിക്കുന്നത്. ഈ മാഷ എനിക്ക് തന്നെ ഇന്നലെ മിനിഞ്ഞാന്ന് മുതലേ എനിക്ക് അയാളെ ഖബർ സിയാർത്ത് ചെയ്യാൻ കുത്തിയ. ഞാൻ അയാളെ ഖബർ സിയാർത്ത് ചെയ്യും. അയാളെപ്പോലത്തെ ഒരു ആളാരാ കേരളത്തിൽ? 4ാം ക്ലാസ്സിനപ്പുറം വിദ്യാഭ്യാസമല്ല. പിന്നെ കള്ളവണ്ടി കയറിപ്പോയനോ? അയാളെപ്പോലത്തെ ഒരാളാരാ? എന്താണ് അയാളെ തത്വചിന്തകൾ? എന്താണ് അയാളെ കണ്ടെത്തലുകൾ? ഇപ്പൊ കഴിഞ്ഞ മിഞ്ഞാന്ന് 2 കൊല്ലം മുമ്പ് മരിച്ചു മൊയ്തു കിഷേനെ കണ്ടിട്ടില്ലേ? അല്ലാ, അയാൾ ആരാ? അയാൾക്കെല്ലാം അറിയാം. അയാൾക്കെന്താ അറിയാത്ത? അയാൾ പഠിച്ചത് 4ാം ക്ലാസ്സാ. എന്നിട്ട് അമേരിക്കൻ എംബസിയിൽ വരെ ജോലി ചെയ്തു. അങ്ങോട്ട് നേടിയൊരു മനുഷ്യൻ എന്ത് പരീക്ഷ കൊടുത്താലും ജയിക്കും. അയാൾക്കറിയാത്ത വിഷയമല്ല. ശാസ്ത്രം, തത്വചിന്ത എല്ലാം അയാൾക്കറിയും. അയാൾക്കറിയാത്ത ഒരു വിഷയമല്ല. 45 രാഷ്ട്രങ്ങൾ, എത്ര 43 രാഷ്ട്രങ്ങളാണ് ചുറ്റിയത്. മിസ്സിംഗ് പാസ്പോർട്ടില്ലാതെ പോകുമ്പോൾ 150 റുപ്യ എത്ര കയ്യിലുള്ളത്? കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ 200 റുപ്യ സത് കൊടുത്തു. പിന്നെ 150 റുപ്യ കൊണ്ടിയാ പോയി. 43 രാഷ്ട്രങ്ങൾ ചുറ്റി തിരിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിനെ 3 വട്ടം സ്വപ്നത്തിൽ കണ്ടു. എൻ്റെ ജീവിതത്തിലെ പറഞ്ഞതാണ്. എൻ്റെ ജീവിതത്തിൽ ഒരു വക്ത നിസ്കാരം ഒഴിവാക്കിയിട്ടില്ല. കള്ളന്മാരെയും കൊള്ളക്കാരെയും തമ്മാടികളെയും കൂടെ കടന്നുറങ്ങിയിട്ട് ജീവിതത്തിൽ വക്ത നിസ്കാരം ഒഴിവാക്കിയില്ല. എന്താ അല്ലാഹു അയാൾക്ക് കൊടുത്ത അനുഗ്രഹം? അയാൾ കിതാബ് ഓതാൻ പോയില്ല, സ്കൂൾക്കും പോയില്ല. അപ്പൊ മാനായി. അള്ളാഹുവിനെ അയാൾ കണ്ടു. അള്ളാഹിനെ കച്ചവടം ചെയ്തില്ല. കിതാബ് പോയാൽ അള്ളാഹിനെ കച്ചവടം ചെയ്യും. ഓക്കെ, അതെനിക്കറിയാം. ഞാൻ മൊയ്തു കിഷേരി അത്ഭുതം തന്നെ, അത്ഭുതം. ഇന്നത്തെ സാഹിത്യകാരന്മാരെ അയാളെ പുസ്തകം വായിച്ച് സാഹിത്യം പഠിക്കണം. അത്രയും മനോഹരമാണ്. 4ാം ക്ലാസ് സാഹിത്യാഭ്യാസം. അയാൾക്കല്ലോ അനുഗ്രഹം കൊടുത്തത്. അതാണ് അനുഗ്രഹം. മനിൽ മുസ്തഫ ഖദ് ഹസഹ കുല്ലു ഖാരിഫി وهم كلهم سرات نجلة وما كبن عبد الله عند الطوائف وهم എല്ലാ നബിമാർ കുല്ലുഹും അവരെല്ലാം ഉറുൻ ബഹുമാന്യരാണ്, സുറാത്തുൻ മാന്യന്മാരാണ്, അജില്ലത്തുൻ ഉന്നതന്മാർ തന്നെയാണ്. പക്ഷേ വമാ കബിൻ അബ്ദില്ലാഹ് ഇബ്നു അബ്ദില്ലാഹിനെ പോലെ ഒരാളുമില്ല ഇന്ദ ത്വായിഫി ഏത് സംഘത്തിന്റെ പരിശോധനയിലും. ഇബ്നു അബ്ദുല്ലാഹിനെ പോലെ ഒരാളില്ല. ഇബ്നു അബ്ദുല്ലാഹ് ആരാ? മുഹമ്മദ് മുസ്തഫ. അബ്ദുല്ലാഹിന്റെ മകനെ പോലെ ഒരു ആൺകുട്ടി ഉണ്ടായിട്ടില്ല. ഒരൊക്കെ മകന്മാരില്ല. അതെ, പക്ഷെ മമാക്കബിനെ അബ്ദില്ല ആരെ പോലെയല്ല, അബ്ദുല്ലാഹിനെ മകനെ പോലെയല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു. യാ സുബ്ഹാനല്ലാഹ്. وهم كلهم سرات نجلة وما كبن عبد الله عند الطوائف وهم നബിമാരെല്ലാം കുല്ലുഹും അവരെല്ലാം ഉറുൻ ഉന്നതന്മാരാണ്, സുറാത്തുൻ മാര്യന്മാരാണ്, അജില്ലത്തുൻ മഹോന്നതരാണ്. പക്ഷേ വമാ കബ്നു അബ്ദില്ലാഹ് ഇബ്നു അബ്ദുല്ലാഹിനെ പോലെയല്ല. ഇന്ദ ത്വായിഫി ഏതൊരു സംഘത്തിന്റെ അടുക്കലും ഏതൊരു സംഘത്തിന്റെ പരിശോധനയിലും ഇബ്നു അബ്ദുല്ലാഹിനെ പോലെ ഒരാളും ഇല്ല. സുബ്ഹാനല്ലാഹ്. ഇബ്നു അബ്ദുല്ലാ മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹിനെ പോലെ ഒരാളും ഇല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ബാക്കി നാളത്തെ ക്ലാസ്. ബഷീറുൻ നദീറുൻ ആഖിബുൻ വസനാഉഹു ബിഹി ജാഅന അൽ ഫുർഖാൻ ബഅദ الصحائف ഹലഫ്തു യമീനൻ ഇന്നഹു الدهر مفرد فلا يتأتى أن يثنى بطارف طارف എന്നാൽ മറ്റൊരാൾ. فلا يتأتى സാധ്യമല്ല അൻ യുസന്ന പ്രശംസിക്കപ്പെടാൻ ബിത്വാരിഫിൻ
മുഹമ്മദിന് പകരം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരാളെ, അത് സത്യമല്ല. പിന്നെ അത്ഭുത പ്രവൃത്തികൾ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ മനിൽ മുസ്തഫ മുസ്തഫയായ ആൾ അതിനെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. പിന്നെ കുല്ലു ഖാരിഫി, ഏതൊരു നിഷേധിയും അത് അംഗീകരിക്കും. പിന്നെ പരസ്പരം മുത്രാദിഫ് പോലത്തെ പര്യായ പദങ്ങളാണ്. ആ നബിമാരെല്ലാം കുല്ലും അവരെല്ലാം ഉന്നതന്മാരാണ്, സുറാത്തുൻ മാന്യന്മാരാണ്, അജില്ലത്തുൻ മഹോന്നതരാണ്. പക്ഷേ അബ്ദുല്ലാന്റെ പുത്രനെ പോലെ ഒരാളുമില്ല. ഏത് സംഘങ്ങൾ പരിശോധിച്ചപ്പോഴും അബ്ദുല്ലാന്റെ പുത്രനെ പോലെ ഒരാൾ ലോകത്തുണ്ടായിട്ടില്ല. മുഹമ്മദ് മുസ്തഫ റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക. ഇന്നത്തെ ക്ലാസ് 145. നാളെ രാവിലെയാണ് ക്ലാസ് ഉണ്ടാവും. നാളെ 6:30 തന്നെ ആയിരിക്കും. ഇന്ന് മൂത്തേർത്ത് വരികയാണ്, കുറച്ചിൻ്റെ ഇടയിൽ ചെറിയൊരു സ്വിപ്പ് പറ്റിയതാണ്. നാളെ അങ്ങനെയല്ല, നാളെ 6:30 തന്നെ 6 ക്ലാസ് ഇടണം ഇൻഷാ അല്ലാഹ്. ربنا عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وأدخلنا الجنة مع الأبرار يا عزيز يا غفار.